നമസ്കാരം. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, 3rd സെമസ്റ്റർ, ഫസ്റ്റ് യൂണിറ്റ്. ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് കൃത്യമായി അതിൻ്റെ ഇൻറ്റേർണൽ ഫങ്ഷൻസ് എന്താണ് എന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ, അതിൻ്റെ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആ കമ്പ്യൂട്ടർ മാറുമ്പോഴത്തേക്കും, അതായത് ബൂട്ടിംഗ് കഴിഞ്ഞ് നമുക്ക് ഒരു ഡെസ്ക്ടോപ്പ് കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്കും അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ബൂട്ടിംഗ് എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുമെങ്കിലും ആ സമയത്ത് അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന എല്ലാ ഫങ്ഷൻസും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഉപരിയായി എന്താണ് കമ്പ്യൂട്ടറിനകത്ത് സംഭവിക്കുന്നത്, അതിൻ്റെ ഇൻറ്റേർണൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി പഠിക്കുക എന്നതാണ് ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ ആദ്യമേ തന്നെ പറയട്ടെ, കുട്ടികളൊക്കെ കുറച്ച് ആശങ്കയോടുകൂടി കാണുന്നൊരു സബ്ജക്റ്റാണിത്. പക്ഷെ അത്ര ഭയപ്പെടാനൊന്നുമില്ല. കൃത്യമായി പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണിത്. വളരെ പ്രാധാന്യമുള്ള സബ്ജക്റ്റുമാണ്. നിങ്ങൾ ഇനി തുടർന്ന് ബിടെക്കിന് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തുടർന്ന് എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ കാണേണ്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ് ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് വരാം. ഇതിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒരു പകുതി ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. വോൺ ന്യൂമാൻ മെഷീൻ എന്താണ്, ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ആ കമ്പ്യൂട്ടറിനകത്തുള്ള ഓരോ ഫങ്ഷണൽ യൂണിറ്റുകളെയും കണക്ട് ചെയ്യുന്ന ഇൻ്റർ കണക്ഷൻ സ്ട്രക്ചേഴ്സ് എങ്ങനെയൊക്കെയാണ്, ഒബ്വിയസ്ലി അത് ബസ് ഉപയോഗിച്ചുകൊണ്ട് ആ ബസ് എങ്ങനെയാണ് ഇൻ്റർ കണക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ഈ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ഒരു ആദ്യ ഭാഗത്ത് നമുക്ക് കാണാനുള്ളത്. വോൺ ന്യൂമാൻ മെഷീൻ ഈ ലോകത്തിലെ ആദ്യത്തെ ഒരു ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് ENIAC എന്ന് പറയുന്ന വിഷയമാണ്. ENIAC, ENIAC, ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് കമ്പ്യൂട്ടർ. ഫുൾ ഫോമൊക്കെ എല്ലാവരും ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. ENIAC. ഈ ENIACന് ശേഷം ENIACൻ്റെ ഡിസൈനിങ്ങിലും ENIACൻ്റെ ഒരു റിസർച്ചിനകത്തൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് പേര് കൂടി, പ്രത്യേകിച്ച് ഈ ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്നൊരു മാത്തമാറ്റീഷ്യൻ, അദ്ദേഹം ഡിസൈൻ ചെയ്ത് വന്നൊരു കൺസെപ്റ്റാണ് ഈ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ്. ഈ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, പ്രോസസ്സറിന് പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായ പ്രോഗ്രാമും അതോടൊപ്പം ഡാറ്റയും, ഇത് രണ്ടും മെമ്മറിക്കകത്ത് റിസൈഡ് ചെയ്യണം. മെമ്മറിയിൽ നിന്നെടുത്തുകൊണ്ട് പ്രോസസ്സ് ചെയ്യുക എന്നൊരു കൺസെപ്റ്റ്. ഡിഫറെൻ്റ് ആർക്കിടെക്ചേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ന്യൂമാൻ ആർക്കിടെക്ചറുണ്ട്, പിന്നെ ഹാർവാർഡ് ആർക്കിടെക്ചർ എന്നൊക്കെ ഡിഫറെൻ്റ് ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം അതിലേക്കൊന്നും പോകുന്നില്ല. ഇത്തരത്തിൽ പ്രോഗ്രാമും ഡാറ്റയും രണ്ടും മെമ്മറിക്കകത്ത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പ്രോസസ്സിങ് നടത്തുക എന്നൊരു കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യനാണ്. അപ്പോൾ 1946 ഇതിൻ്റെ ഒരു ഡിസൈൻ ആരംഭിക്കുന്നത്. അന്ന് അവർ പ്രപ്പോസ് ചെയ്തൊരു കമ്പ്യൂട്ടർ സിസ്റ്റം, പ്രപ്പോസ് ചെയ്ത കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് വിളിച്ച പേര് IAS കമ്പ്യൂട്ടർ എന്നായിരുന്നു. കാരണം അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, പ്രിൻസ്റ്റൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറഞ്ഞത് അവിടെയാണ് ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് എന്നുള്ളതുകൊണ്ട് തന്നെ IAS കമ്പ്യൂട്ടർ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഈ 1946 ഇതിൻ്റെ ഒരു ഡിസൈൻ ആരംഭിച്ചുവെങ്കിലും 1952 വരെ ആയപ്പോഴും ഇത് കംപ്ലീറ്റ് ആയിരുന്നില്ല. പക്ഷേ ആ ഒരു ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സിലും ഈ ഒരു സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റാണ് മെജോറിറ്റി കമ്പ്യൂട്ടേഴ്സിലും ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു IAS കമ്പ്യൂട്ടറിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽസൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ ബ്ലോക്ക് ഡയറൊക്കെ നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. ചെറിയ അതിനെ വിളിച്ചിരിക്കുന്ന പേരിലൊക്കെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഒരു മെമ്മറി യൂണിറ്റ് ഉണ്ട്, ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, ഒരു IO എക്യുപ്മെൻറ്റ് യൂണിറ്റും ഉണ്ട്. അത് നോക്കി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. അതിനെ CA സെൻട്രൽ അരിത്തമെറ്റിക് എന്നാണ് അന്ന് വിളിച്ചിരുന്നത്. അവർ കൊടുത്തൊരു പേരങ്ങനെയാണ്. ഈ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അവർ കൊടുത്തൊരു പേര് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ വരുന്ന മറ്റൊരു ബ്ലോക്കാണ് പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ്. അതിനെ സെൻട്രൽ കൺട്രോൾ യൂണിറ്റ്, അതാണ് CC എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു IAS കമ്പ്യൂട്ടറിൻ്റെ ഒരു സ്ട്രക്ചർ. നമുക്കിത് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. ഈ IAS കമ്പ്യൂട്ടറിനകത്തുള്ളത് ഒരു മെയിൻ മെമ്മറി, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു മെമ്മറി ഉണ്ട്. ആ മെമ്മറിക്കകത്താണ് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ആ വ്യത്യാസം നിങ്ങൾക്ക് അറിയാലോ. ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ട ഡാറ്റ, ഏത് ഡാറ്റയാണോ നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ട ഡാറ്റ, ഏത് വാല്യൂ തന്നെയാണോ നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ട വാല്യൂ, അതിനെയാണ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഇൻസ്ട്രക്ഷൻ മീൻസ് നമ്മൾ എന്ത് ഓപ്പറേഷനാണോ ആ വാല്യൂവിൻ്റെ മേലെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതാണ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളതിനെ ഓപ്കോഡ്, ഓപ്പറൻറ്റ് എന്നൊക്കെ കേൾക്കും. ഓപ്കോഡ് എന്ന് വിളിക്കുന്നത് ഇൻസ്ട്രക്ഷൻ്റെ പകരമായും ഓപ്പറൻറ്റ് എന്ന് വിളിക്കുന്ന ഈ ഡാറ്റയ്ക്ക് പകരമായും നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ IAS കമ്പ്യൂട്ടറിനകത്ത് ഒരു മെയിൻ മെമ്മറി ഉണ്ട്. ആ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് 1000 സ്റ്റോറേജ് ലൊക്കേഷൻസ് ഉള്ള ഒരു മെമ്മറിയാണ്. 1000 സ്റ്റോറേജ് ലൊക്കേഷൻസ് ഉള്ള മെമ്മറി. അല്ലെങ്കിൽ അതിനെ 1000 വേർഡ്സ് എന്നാണ് വിളിക്കുക. ആ ഓരോ വേർഡിലും 40 ബിറ്റ്, 40 ബൈനറി ഡിജിറ്റിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലൊരു മെമ്മറിയാണ് അതിനകത്തുള്ളത്. ഇതിന് പുറമെ ബൈനറി ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഈ ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്ത്, അല്ലെങ്കിൽ അതെന്തിനു വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷനാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. നോർമലി ഈ കൺട്രോൾ യൂണിറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ചില ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലെങ്കിൽ യൂണിറ്റുകളും ആ സിസ്റ്റത്തിനുണ്ട്. ഈ IAS കമ്പ്യൂട്ടറിൻ്റെ 40 ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന 1000 ലൊക്കേഷൻസ് ആണുള്ളത് എന്ന് പറഞ്ഞു. ഈ ലൊക്കേഷനിൽ നമ്മൾ ഓരോ വാല്യൂവിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് നമുക്ക് കാണാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഇൻസ്ട്രക്ഷനും ആ മെമ്മറിയിലാണ് ഉള്ളത്, ഡാറ്റയും ആ മെമ്മറിയിലാണ് ഉള്ളത്. അപ്പോൾ ഒരു നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് MSB 40 ബിറ്റ് സൈസുള്ള ഒരു മെമ്മറി ലൊക്കേഷനിൽ ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അതിൻ്റെ സൈൻ ബിറ്റ് ആയിരിക്കും. ബാക്കിയുള്ള 39 ബിറ്റുകൾ അതിൻ്റെ വാല്യൂ ആയിരിക്കും. അപ്പോൾ ബൈനറി നമ്പറിൽ നമുക്കറിയാം 0യും 1ഉം വെച്ചാണ് നമ്മൾ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 0 എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 0 എന്ന് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് നമ്പർ ആണെന്നും 1 വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് നമ്പർ ആണെന്നും നമുക്കറിയാം. അപ്പോൾ ഈ രീതിയിൽ ആ 40 ബിറ്റ് വാല്യൂവിനെ അത് അസൈൻ ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അത് 40ാമത്തെ ബിറ്റ് സൈൻ ബിറ്റായും ബാക്കിയുള്ള 39 ബിറ്റുകൾ അതിൻ്റെ വാല്യൂ ആയിട്ടാണ് എടുക്കുക. ഇനി ഇതേ 40 ബിറ്റ് മെമ്മറി ലൊക്കേഷനിൽ നമ്മളൊരു ഇൻസ്ട്രക്ഷനാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അത് ഈ രീതിയിലാണ് വരിക. അതായത് 20 ബിറ്റ് സൈസുള്ള 2 ഇൻസ്ട്രക്ഷനായിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് നടക്കുക. അതായത് ഒരു മെമ്മറി ലൊക്കേഷനിൽ 2 ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും, 20 ബിറ്റ് വീതമുള്ള 2 ഇൻസ്ട്രക്ഷൻസ്. ഈ ഒരു 20 ബിറ്റുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 8 ബിറ്റ് ഓപ്കോഡും 12 ബിറ്റ് ഓപ്പറൻറ്റിൻ്റെ അഡ്രസ്സുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷനിൽ 20 ബിറ്റാണുള്ളത്, അതിലെ 8 ബിറ്റ് ഓപ്കോഡ്, അതായത് ഇൻസ്ട്രക്ഷൻ പാർട്ട്, എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഓപ്പറേഷനാണ് ഞാൻ വാല്യൂവിൻ്റെ മുകളിൽ ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്ന ഓപ്പറേഷൻ കോഡ്, ആ ഓപ്പറേഷൻ കോഡ് കാണിക്കുന്ന ഒരു 8 ബിറ്റ് വാല്യൂ. ബാക്കി 12 ബിറ്റ് ഈ ഓപ്പറേഷൻ ഞാൻ ഏത് വാല്യൂവിൻ്റെ മുകളിലാണോ ചെയ്യേണ്ടത് ആ വാല്യൂവിനെ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ ആവശ്യമായ മെമ്മറി അഡ്രസ്സ്, അതാണ് 12 ബിറ്റ് അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഈ 2 രീതിയിലാണ് IAS കമ്പ്യൂട്ടറിൽ മെമ്മറി യൂസ് ചെയ്യുന്നത്. 40 ബിറ്റുള്ള മെമ്മറി ലൊക്കേഷനാണുള്ളത്. നമ്മൾ അതിനകത്ത് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതാണെങ്കിൽ ഒരു സൈൻ ബിറ്റും ബാക്കി 39 ബിറ്റ്
വാല്യൂ ആയിട്ട് എടുക്കും. ഇൻസ്ട്രക്ഷനാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ 8 ബിറ്റുള്ള ഓപ്പ് കോഡും ബാക്കി 12 ബിറ്റുള്ള അഡ്രസ്സും, ഓപ്പറൻറ്റ് അഡ്രസ്സും, അങ്ങനെയുള്ള 2 എണ്ണം, 20 മൊത്തം 40 ബിറ്റ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഏകദേശ ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നമ്പർ, ഒരു വേർഡ് നമ്മൾ സൂക്ഷിക്കുന്നത് ബിറ്റ് നമ്മൾ 0 to 39 ഇങ്ങനെ നമ്പർ ചെയ്തിരിക്കുന്നു. 40 ബിറ്റാണെന്ന് കാണിക്കാൻ. അതിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബിറ്റ് സൈൻ ബിറ്റായിരിക്കും. ബാക്കിയുള്ള 39 ബിറ്റുകൾ അതിൻ്റെ വാല്യൂ ആയിരിക്കും. ഇനി ഒരു ഇൻസ്ട്രക്ഷനാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിനൊരു ലെഫ്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, ഒരു റൈറ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ആ 2 ഇൻസ്ട്രക്ഷനകത്തും ആദ്യത്തെ 8 ബിറ്റുകൾ ഓപ്പ് കോഡായിരിക്കും. 8 മുതൽ 20 വരെയുള്ള 12 ബിറ്റുകൾ അതിൻ്റെ അഡ്രസ്സായിരിക്കും. ഈ രീതിയിലുള്ള 2 ഇൻസ്ട്രക്ഷൻ ആയിരിക്കും 40 ബിറ്റ് നമ്മൾ സൂക്ഷിക്കുക. ഇതാണ് IAS കമ്പ്യൂട്ടറിൻ്റെ ഒരു മെമ്മറി ഫോർമാറ്റ്. ഇനി ഈ IAS കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട്, IAS അല്ലെങ്കിൽ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടിംഗ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ALUവിനകത്ത് ഒരുപാട് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റോറേജ് ലൊക്കേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് അതിനെ രജിസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. പ്രധാനപ്പെട്ട കുറച്ച് രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ് നമുക്ക് കാണാനുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെയാണ് മെമ്മറി ബഫർ രജിസ്റ്റർ, അല്ലെങ്കിൽ MBR എന്ന് വിളിക്കും, മെമ്മറി ബഫർ രജിസ്റ്റർ. ഇതിലുള്ളത് നമ്മൾ ഒരു മെമ്മറി ഓപ്പറേഷൻ നടത്തുന്ന സമയത്തും മെമ്മറിയിലേക്ക് നോർമലി ഒരു മെമ്മറി റീഡ് ഓപ്പറേഷൻ നടക്കും, അല്ലെങ്കിൽ ഒരു മെമ്മറി റൈറ്റ് ഓപ്പറേഷൻ നടക്കും. ഇനി റീഡ് ഓപ്പറേഷൻ ആയാലും റൈറ്റ് ഓപ്പറേഷൻ ആയാലും നമുക്കൊരു ഡാറ്റ ഉണ്ടാകും. ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യാനുള്ള ഡാറ്റ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്ന ഡാറ്റ, ആ ഡാറ്റയെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയുള്ള ഒരു രജിസ്റ്ററാണ് ഈ മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ MAR, മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഇത് മീൻ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഒരു മെമ്മറി ലൊക്കേഷനിൽ ഒരുപാട് 1000 ലൊക്കേഷൻസ് ഉണ്ട്. നമ്മൾ MARനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന 1000 ലൊക്കേഷൻസ് ഉണ്ട്. ഈ 1000 ലൊക്കേഷൻസിൽ ഏത് ലൊക്കേഷനെയാണോ നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലേക്കാണ് നമ്മൾ റൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യുന്ന രജിസ്റ്ററാണ് MAR, അല്ലെങ്കിൽ മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഈ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് ഈ മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ റീഡ് ചെയ്തെടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 8 ബിറ്റ് ഓപ്പ് കോഡ് ആയിരിക്കും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ 8 ബിറ്റ് ഓപ്പ് കോഡ് പ്രോസസ്സറിനകത്ത് സൂക്ഷിച്ചു വെക്കുന്ന രജിസ്റ്ററാണ് ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇനി IBR, ഇൻസ്ട്രക്ഷൻ ബഫർ രജിസ്റ്റർ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഒരു ലൊക്കേഷൻ, ഒരു വേർഡ് റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ഇൻസ്ട്രക്ഷൻസ് കിട്ടും. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷനെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ മിസ്സായി കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്ന ഒരു വേർഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ആ റൈറ്റ് സൈഡ് ഇൻസ്ട്രക്ഷനെ നമ്മൾ ടെമ്പററി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് ഈ ഇൻസ്ട്രക്ഷൻ ബഫർ രജിസ്റ്റർ എന്ന് പറയുന്ന IBR. ഈ പ്രോഗ്രാം കൗണ്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു രജിസ്റ്ററാണ്. ഈ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് എപ്പോഴും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരിക്കുക തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ നമുക്ക് പ്രോസസ്സറിന് പ്രോസസ്സ് ചെയ്യുന്നതിൽ പ്രോസസ്സറിന് ഫെച്ച് ചെയ്യേണ്ട, മെമ്മറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എടുത്തു കൊണ്ടുവരേണ്ട തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഈ പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരിക്കുക. നോർമലി ഈ പ്രോഗ്രാം കൗണ്ടറിൻ്റെ പ്രത്യേകത അത് ഓട്ടോ ഇൻക്രിമെൻറ്റ് എന്ന രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഞാനൊരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലെ ഇൻസ്ട്രക്ഷനെ എടുത്തു കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി തൊട്ടടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ തൊട്ടടുത്തൊരു വേർഡിനെ ഫെച്ച് ചെയ്യുന്നതിന് വേണ്ടി അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടാവും, ഇൻക്രിമെൻറ്റ് ചെയ്തൊക്കെ വന്നിട്ടാവും. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ കേസിൽ എപ്പോഴും ആലോചിക്കേണ്ടത് അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. തൊട്ടടുത്ത് ഇനി ഏത് ഇൻസ്ട്രക്ഷനെയാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ അഡ്രസ്സായിരിക്കും എപ്പോഴും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരിക്കുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റ് 2 രജിസ്റ്റേഴ്സാണ് ഈ അക്യുമുലേറ്റർ രജിസ്റ്റർ ആൻഡ് മൾട്ടിപ്ലയർ ക്വോഷ്യൻ രജിസ്റ്റർ. ഈ ALUവിൽ നടക്കുന്ന എല്ലാ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിനെയും റിസൾട്ട് നോർമലി സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെമ്പററി രജിസ്റ്ററായിട്ട് യൂസ് ചെയ്യുന്ന 2 രജിസ്റ്റേഴ്സാണിത്. ഇപ്പം അഡീഷൻ ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത്
രണ്ട് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത റിസൾട്ട് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടി തൽക്കാലത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ലൊക്കേഷനൊക്കെ വേണ്ടി വരും. അത്തരത്തിലാണ് ഈ അക്യുമുലേറ്റർ ഉപയോഗിക്കുക. ഈ മൾട്ടിപ്ലയർ കോഷ്യന്റ് രജിസ്റ്ററിൻ്റെ ആവശ്യം ചില പർട്ടിക്കുലർ കേസിൽ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് രണ്ട് വാല്യൂസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് വലിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ 2 40 ബിറ്റ് വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ചിലപ്പം 80 ബിറ്റൊക്കെ ഇപ്പം വലിയ ഒരുപാട് കൂടുതലായിപ്പോൾ. അപ്പോൾ വലിയ നമ്പറിന് ഈ അക്യുമുലേറ്റർ രജിസ്റ്റർ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു അഡീഷണൽ രജിസ്റ്റേഴ്സിൻ്റെയൊക്കെ ആവശ്യം വരും. അത്തരം കേസിലാണ് ഈ മൾട്ടിപ്ലയർ കോഷ്യൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇൻ മൾട്ടിപ്ലിക്കേഷൻ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 40 bits ആർ സ്റ്റോർഡ് ഇൻ അക്യുമുലേറ്റർ ആൻഡ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻ ദ മൾട്ടിപ്ലയർ കോഷ്യൻ്റ്. ഈ രീതിയിലാണ് ഇതിനകത്ത് വരുന്ന രജിസ്റ്റേഴ്സ് ഉള്ളത്. ഇനി നമ്മൾ നേരത്തെ കണ്ട ആ IAS കമ്പ്യൂട്ടർ തന്നെ അത് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലനേറ്ററി ആയിട്ട് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇൻപുട്ട് ഔട്ട്പുട്ട് എക്യുപ്മെൻറ്റും മെയിൻ മെമ്മറി നമ്മൾ റൈറ്റ് സൈഡിൽ കാണാം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ALUവും പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റും കാണും. ഓരോ നമ്മളിപ്പോൾ സ്പെസിഫിക്കായി നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഓരോ രജിസ്റ്ററും അതിനകത്ത് കാണാം. ഇപ്പോൾ ALUയുടെ അകത്താണെങ്കിൽ അക്യുമുലേറ്റർ കാണാം, മൾട്ടിപ്ലയർ കോഷ്യൻ്റ് കാണാം, MBR കാണാം, മെമ്മറി ബഫർ രജിസ്റ്റർ കാണാം. കൺട്രോൾ യൂണിറ്റിലാണെങ്കിൽ IBR കാണാം, IR കാണാം, പ്രോഗ്രാം കൗണ്ടർ കാണാം, MAR കാണാം, കൺട്രോൾ സർക്യൂട്ടറിയും കാണാം. അപ്പം ഞാനിതിൻ്റെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇത് വെച്ച് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നോർമലി ഒരു പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാം മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യേണ്ട ഡാറ്റയും മെമ്മറിക്കകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആരാണോ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നത്, ചിലപ്പോൾ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. മെമ്മറിയിലേക്ക് അതിന് ലോഡർ എന്നൊരു ഫംഗ്ഷൻ, ലോഡിങ് എന്നൊരു ഫംഗ്ഷൻ ചെയ്യുന്നത് OS ആയിരിക്കും. അപ്പോൾ അത് ആ ഫംഗ്ഷൻ്റെ ആ ഒരു ലോഡർ മൊഡ്യൂളിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ പ്രോഗ്രാം കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാണോ ഏത് മെമ്മറി ലൊക്കേഷനിലാണോ ലോഡ് ചെയ്തിരിക്കുന്നത് ആ മെമ്മറി ലൊക്കേഷൻ്റെ വാല്യൂ പ്രോഗ്രാം കൗണ്ടർ റൈറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം കൗണ്ടറിലുള്ള വാല്യൂ MARലേക്ക് കോപ്പി ചെയ്യും, മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യും. മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലൊക്കേഷനാണോ ആക്സസ് ചെയ്യേണ്ടത് ആ വാല്യൂ MARൽ കിട്ടിയിപ്പോൾ. അപ്പോൾ അതിനുശേഷം കൺട്രോൾ സർക്യൂട്ടിൽ കൺട്രോൾ സിഗ്നൽസ് റീഡ് എന്നൊരു കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ഈ റീഡ് എന്ന കൺട്രോൾ സിഗ്നൽ മെയിൻ മെമ്മറി കിട്ടിക്കഴിഞ്ഞാൽ മെമ്മറി മൊഡ്യൂളിന് മനസ്സിലാകും മെമ്മറി റീഡ് ചെയ്യണം, MAR സ്പെസിഫൈ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ റീഡ് ചെയ്യണം എന്ന് മനസ്സിലാകും. അപ്പോൾ ആ MAR സ്പെസിഫൈ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ റീഡ് ചെയ്ത് അത് നേരെ MBRലേക്ക് മൂവ് ചെയ്തിടും. അതായത് ആ മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ MBRലേക്ക് എത്തും. അപ്പോൾ കമ്പ്യൂട്ടിങ്ങിനകത്ത് എടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു പ്രീ റിക്വസിറ്റ് അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ റീഡ് ചെയ്തെടുക്കുന്ന എപ്പോഴും ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എന്നൊരു കൺസെപ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു IAS കമ്പ്യൂട്ടറിൻ്റെ കേസിൽ അങ്ങനെ വരുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ആദ്യത്തെ 8 ബിറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, പിന്നെ ഡാറ്റ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും MBRൽ നിന്ന് ആ ഇൻസ്ട്രക്ഷൻ IBRലേക്കും IRലേക്കും മൂവ് ചെയ്യപ്പെടും. അത് ലെഫ്റ്റ് ഇൻസ്ട്രക്ഷൻ IRലേക്കും റൈറ്റ് ഇൻസ്ട്രക്ഷൻ IBRലേക്ക് റീഡ് ചെയ്യും, കോപ്പി ചെയ്യപ്പെടും. അപ്പോൾ IRൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്നാണ് ഈ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നത്. ഇതെന്തിനു വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷനാണെന്ന് തീരുമാനിക്കുന്നത് ഈ IRൽ നിന്നാണ്. IRൽ നിന്ന് ആ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ വീണ്ടും ഒരു മെമ്മറി റീഡ് ചെയ്യേണ്ടി വരും അടുത്തൊരു വാല്യൂ കിട്ടുന്നതിന് വേണ്ടി, അത് ചെയ്യും. അല്ലെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള കൺട്രോൾ സിഗ്നൽസ് ഈ കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്യും. ഇതിനനുസരിച്ച് മെമ്മറിയിൽ നിന്ന് വാല്യൂസ് റീഡ് ചെയ്യുന്നതാണ്. മെമ്മറിയിൽ നിന്ന് വാല്യൂസ് റീഡ് ചെയ്ത് MBRലെ വാല്യൂസ് കിട്ടും. ആ വാല്യൂസിനെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് പ്രോസസ്സ് ചെയ്ത് റിസൾട്ട് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യും. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് കാണിക്കുക, ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കാണിക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശ ഓപ്പറേഷൻ. ഇതിനകത്ത് സംഭവിക്കുന്നത് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് സംഭവിക്കുക. കുറച്ചുകൂടി ഡീറ്റെയിൽഡായി പറയുകയാണെങ്കിൽ IAS പ്രവർത്തിക്കുന്നത്
ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചില ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് എക്സിക്യൂട്ട്, ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഓരോ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നൊരു പ്രോസസ്സ്, അതിനാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ചേർന്നതാണ്. ഒന്ന് ഫെച്ച് സൈക്കിൾ, മറ്റൊന്ന് എക്സിക്യൂട്ട് സൈക്കിൾ. നമുക്കിതിനെ വേണമെങ്കിൽ വീണ്ടും സബായി ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പക്ഷേ ബ്രോഡായിട്ട് നമുക്കിങ്ങനെ ഈ രീതിയിൽ രണ്ടായി നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫെച്ച് സൈക്കിൾ, മറ്റൊന്ന് എക്സിക്യൂട്ട് സൈക്കിൾ. ഫെച്ച് സൈക്കിൾ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഫെച്ച് ചെയ്യുക, മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ടുവരിക, അത് മാത്രമേ മീനിങ് ഉള്ളൂ. ദി ഓപ്പ് കോഡ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ലോഡഡ് ഇൻ ടു ദി IR ആൻഡ് ദ അഡ്രസ് പോർഷൻ ഈസ് ലോഡഡ് ഇൻ ടു ദി MAR. ഒരു ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ്റെ 8 ബിറ്റ് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് അതിൻ്റെ ഓപ്പ് കോഡ് പോർഷൻ IR-ലേക്കും അഡ്രസ് പാർട്ട് MAR-ലേക്കും ലോഡ് ചെയ്തെടുക്കുക. അതാണ് ഫെച്ച് സൈക്കിൾ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. എക്സിക്യൂട്ട് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ എക്സിക്യൂഷൻ. ആ ഇൻസ്ട്രക്ഷൻ എന്ത് ആഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനാവശ്യമായ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്തുകൊണ്ട് ALUവിൽ വെച്ച് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തെടുക്കുക. അതാണ് ഈ എക്സിക്യൂട്ട് സൈക്കിളിൽ സംഭവിക്കുന്നത്.